ഭാവി സാങ്കേതിക വിദ്യകളെയും സർഗാത്മക സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകളുടെ വേദിയായിരുന്നു ബിയോണ്ട് ടുമോറോ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന ചർച്ചയിൽ നിരവധി ആശയങ്ങളാണ് ഉയർന്നു വന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് മികച്ച പ്രാധാന്യം നൽകുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് സർഗാത്മക സാങ്കേതിക വിദ്യകൾക്ക് വൻ ഭാവിയുണ്ടെന്ന് ചർച്ചകളിൽ അഭിപ്രായമുയർന്നു. പരിപാടി സാംസ്കാരിക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് കൗൾ ഉദ്ഘാടനം ചെയ്തു. ഡിസൈൻ, മീഡിയ, കല, പൈതൃകം, ഫാഷൻ, സംഗീതം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖർ സംസാരിച്ചു. സ്റ്റാർട്ടപ്പുകളെ പിന്തുണച്ച് കേരളത്തെ സാംസ്കാരിക നവീകരണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ചർച്ചകൾ നടന്നു. Provides the opportunity for people like you and me, if I want to do something, to step out there, get the government connections or whatever you need, your business connections that you need. സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനെ ജനങ്ങൾ അഭിമാനത്തോടെ കാണുന്നുണ്ടെന്ന് ഫെസ്റ്റിവൽ ആൻഡ് ക്രിയേറ്റീവ് ഇക്കണോമിക്സ് എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത മാതൃഭൂമി ഓപ്പറേഷൻസ് ഡയറക്ടർ ദേവിക ശ്രേയംസ് കുമാർ വ്യക്തമാക്കി. We are primarily a news company, so bringing in different sorts of audiences also through these festivals has really helped and sort of helped us build a community outside of what we've had before. സർഗാത്മക സാങ്കേതിക വിദ്യകളിലൂടെ എങ്ങനെ വരുമാനമുണ്ടാക്കാമെന്നാണ് നോക്കേണ്ടതെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ആർട്ട്ലിങ്ക് സഹസ്ഥാപക സാധന റാവു, DC ബുക്സ് മാനേജിംഗ് പാർട്ണർ രവി DC തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് തോൽപ്പാവക്കൂത്തും അരങ്ങേറി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.